ഫാറ്റ് ലോസ് ചലഞ്ചിന് വേണ്ടി നമുക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ദിസ് ഇസ് ഡോക്ടർ ഷഹബാസ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 30 ഡേയ്സ് ചാലഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും അതുമല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ചലഞ്ച് ആണെങ്കിലും പ്രിപ്പറേഷൻ മസ്റ്റ് ആണ്. തടി കുറക്കുക അല്ലെങ്കിൽ ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ഇരിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് മുതിരുന്നതിന് മുമ്പ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണം. നമ്പർ 1, സെറ്റ് ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഗോൾസ്. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്മാർട്ട് ഗോൾ എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. സ്മാർട്ട് എന്നാൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ് ആൻഡ് ടൈം ബൗണ്ട് എന്നാണ്. എനിക്ക് തടി കുറക്കണം എന്ന് പറയുന്നതിന് പകരം എനിക്ക് 5 കിലോ 2 മാസം കൊണ്ട് കുറക്കണം എന്ന് പറയുന്നതാണ് സ്മാർട്ട്. ഇത്തരത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ ഫോക്കസ്ഡും മോട്ടിവേറ്റഡുമായിട്ടിരിക്കാൻ സഹായിക്കും. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പ്ലാനിൽ നിങ്ങളുടെ ഡയറ്റ്, വർക്കൗട്ട്, പിന്നെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ആദ്യമായി നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സസൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാർഡിയോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്, ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്പർ 2, മീൽ പ്ലാനിങ്. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലായിരിക്കണം. എന്താണ് കാലറി ഡെഫിസിറ്റ്, എങ്ങനെ കാലറി ഡെഫിസിറ്റ് അച്ചീവ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്യുന്നുണ്ട്. അത് കാണാനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം നേരത്തെ തന്നെ തീരുമാനിച്ച് മീൽ പ്രിപ്പ് ചെയ്യുന്നത് വഴി നിങ്ങളെ കൺസിസ്റ്റന്റ് ആയി കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാൻ സഹായിക്കും. മൂന്നാമതായിട്ടുള്ളത് മെന്റൽ പ്രിപ്പറേഷൻ. ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ജേർണി മാത്രമല്ല, അതൊരു മെന്റൽ ജേർണിയും കൂടിയാണ്. നിങ്ങളുടെ സക്സസ് മുന്നിൽ കാണുന്നതും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതും നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടാൻ കാരണമാകുന്നു. എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഇത് നിർത്തി പോകാൻ തോന്നും. അതെല്ലാം സർവ്വസാധാരണമാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക, ഈ ചാലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ മൈൻഡ് സെറ്റിന് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാനും നിങ്ങളെ ഫെയിലിയർ ആക്കാനും സാധിക്കും. പോയിന്റ് നമ്പർ 4, ബിൽഡിംഗ് എ സപ്പോർട്ട് സിസ്റ്റം. കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം അനിവാര്യമാണ്. നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിട്ട് പങ്കുവെക്കുക. ഇവരുടെ നിന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ട് നിങ്ങളെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. ഫാറ്റ് ലോസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ കൂടുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്യും. നമ്പർ 5, ട്രാക്കിംഗ് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് നിങ്ങളുടെ ചാലഞ്ച് എത്ര ശതമാനം അച്ചീവ് ചെയ്യുമെന്ന് മനസ്സിലാക്കാനും നിങ്ങളുടെ പ്ലാനിൽ വേണ്ട മാറ്റങ്ങൾ കണ്ടെത്താനും സഹായിക്കും. നിങ്ങളുടെ വർക്കൗട്ടിന്റെയും മീലിന്റെയും ഒരു ജേർണൽ അഥവാ ഒരു നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഈ ഫിറ്റ്നസ് ജേർണി ട്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്പുകൾ ഓൺലൈനിലുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്പർ 6, പ്രിപ്പയർ ഫോർ സെറ്റ് ബാക്ക് ആൻഡ് സ്റ്റേയിങ് ഫ്ലെക്സിബിൾ. ഫാറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പാളിച്ചകൾ നടക്കാൻ വളരെ സാധ്യതയുണ്ട്. ആർക്കും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് മിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സംഭവിച്ചാൽ ചാലഞ്ച് നിങ്ങൾ ഉപേക്ഷിക്കാതെ നിർത്തിയെടുത്ത് വെച്ച് തന്നെ തുടങ്ങുക. അതിനുവേണ്ടി നിങ്ങളുടെ റൂട്ടീൻ തന്നെ ഫ്ലെക്സിബിൾ ആക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ചെറിയ മാറ്റങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫാറ്റ് ലോസ് ചലഞ്ചിന് എങ്ങനെ തയ്യാറെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. പുതിയ വീഡിയോകൾ എപ്പോഴും കാണാനായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തുക. ബൈ ബൈ.